അതെല്ലാവരുടെയും ഒരു ആഗ്രഹമായിരിക്കും, എനിക്കെന്തായിരിക്കും റബ്ബേ നാളെ കിട്ടുക എന്ന് ആലോചന ഉണ്ടെങ്കിൽ ഇവൻ അള്ളാഹ്ക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് എന്ന് ആദ്യം നോക്കിയാൽ മതി. എന്നാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മൾ അള്ളാഹുവിന് വേണ്ടി എന്ത് കൊടുത്തു? പടച്ചവനെ നിയ്യത്ത് ചെയ്തിട്ട് ചെയ്യുക. അള്ളാഹുവിന് വേണ്ടി എന്ത് ചെയ്തു എന്നതാണ്. അത് എത്ര ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് ഇൻഷാ അല്ലാഹ് അതിന്റെ ഫലമുണ്ടാകും. അതുകൊണ്ട് ഉന്നത മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഹബീബിന്റെ ഉത്തമ സമുദായമാണ് നമ്മൾ രക്ഷപ്പെടേണ്ട ലോകം ഇവിടെയും നാളെ പരലോകത്തുമാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഈ ലോകത്ത് നന്മ തരണമേ, നാളെ പരലോകത്തും നന്മ തരണമേ. വഖിനാ അദാബന്നാർ, നിന്റെ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇത് പ്രാർത്ഥിക്കുന്നവർ, അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട ആളുകളുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്. ഇവിടെയും രക്ഷപ്പെടണം, നാളെ പരലോകത്തും രക്ഷ വേണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണ് മഹാനായ യഹ്യ ഇബ്നു സഖരിയ അലൈഹിസ്സലാം, രണ്ട് പ്രവാചകന്മാർ, ഈസ നബി അലൈഹിസ്സലാമിന്റെ കസിനാണ് മഹാനായ യഹ്യ നബി അലൈഹിസ്സലാം. ഇബ്നുൽ ഖാല കസിനാണ്. ആരുടെ? ഈസ നബി അലൈഹിസ്സലാമിന്റെ. ആകാശലോകത്ത് വെച്ച് മിഅ്റാജിന്റെ രാത്രിയിൽ ഹബീബായ തങ്ങൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. യഹ്യ ഇബ്നു സഖരിയ അലൈഹിസ്സലാം ഒരു അഭിസാരികയെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ അവളെ വിവാഹം ചെയ്യാൻ പോകുന്ന അന്നത്തെ രാജാവിനോട് അത് ചെയ്യല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ദാരുണമായി കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിയാണ് നബിയുല്ലാഹി യഹ്യ അലൈഹിസ്സലാം. യഹ്യ നബിയെയാണ് ഇംഗ്ലീഷുകാരൻ ജോൺ എന്ന് വിളിക്കുക. യഹ്യ നബിയുടെ ഇംഗ്ലീഷിലെ പേരാണ് ജോൺ. യഹ്യ ഇബ്നു സഖരിയ, ജോൺ സൺ ഓഫ് സഖരിയ. സഖരിയ നബി അലൈഹിസ്സലാമിന്റെ മകൻ യഹ്യ അലൈഹിസ്സലാം, അലൈഹിമസ്സലാം. രണ്ടുപേരും നബിമാരാണ്. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്നറിയപ്പെടുന്ന യഹ്യ അലൈഹിസ്സലാം ചെറിയ കുട്ടിയായിരുന്നപ്പോ കുട്ടികളൊക്കെ പറയും അത്രേ, യഹ്യ തആൽ നൽഅബ്, കളിക്കല്ലേ, കളിക്കാൻ വരുന്നില്ലേ? ഇതിപ്പോ ഒരു കളി ഗ്രൗണ്ട് അല്ലേ, അല്ലേ? ഗ്രൗണ്ടൊക്കെ ഗാലറി ഒക്കെ ഉണ്ടല്ലോ, കളി നടക്കും അല്ലേ? കളിക്കല്ലേ എന്ന് ചോദിക്കും. അപ്പൊ യഹ്യ നബി അലൈഹിസ്സലാം പറയും, മാ ഖുലിഖ്നാ ലില്ലഅബി, കളിക്കാനല്ലല്ലോ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്, കളിക്കാനല്ലല്ലോ അല്ലാഹു നമ്മളെ വിട്ടത്, കാര്യത്തിന് വിട്ടതല്ലേ എന്ന് പറഞ്ഞിരുന്ന നബിയാണ് യഹ്യ നബി അലൈഹിസ്സലാം. ആ നബിയോട് വിശുദ്ധ ഖുർആൻ പറഞ്ഞുവല്ലോ, യാ യഹ്യ ഖുദിൽ കിതാബ ബിഖുവ, യാ യഹ്യ, യഹ്യ നബിയേ, ഖുദിൽ കിതാബ ബിഖുവ, അല്ലാഹു നൽകുന്ന ദിവ്യബോധനം നിങ്ങൾ ശക്തമായി പിടിച്ചോളൂ യഹ്യ നബിയേ, അത് ശക്തമായി ഏറ്റെടുത്തോളൂ നബിയേ. ഹോൾഡ് ഓൺ ടു ഇറ്റ്, കൈവിടരുത്, പിടിച്ചു വെച്ചോളൂ. യഹ്യ നബി അലൈഹിസ്സലാം, ആ കുട്ടിയായിരുന്ന നബി പറഞ്ഞ, യഹ്യ നബി പറഞ്ഞ അതേ വാക്ക് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ആ വാക്ക് തന്നെ ആവർത്തിച്ച ഒരു മഹാമനുഷ്യനുണ്ട്. നമ്മുടെ മുൻഗാമികളിൽ പ്രഗൽഭനായിരുന്ന റബീഅ ഇബ്നു ഖുസൈം റളിയല്ലാഹു തആല അൻഹു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സ്വഹാബിയായ ഇബ്നു മസ്ഊദ് എന്നവരുടെ ശിഷ്യനാണ് റബീഅ ഇബ്നു ഖുസൈം എന്നവർ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്, സ്വഹാബിയുടെ ശിഷ്യന, താബിഇയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആ സ്വഹാബിയെ കാണുമ്പോൾ പറയുമായിരുന്നു, യാ റബീഅ, അല്ലയോ റബീഅ, ലൗ റആക മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലഅഹബ്ബക. റബീഅ, നിങ്ങളെങ്ങാനും അല്ലാഹുവിന്റെ റസൂൽ കാണുകയായിരുന്നുവെങ്കിൽ നിങ്ങളെ ഹബീബ് സ്നേഹിക്കുമായിരുന്നു. നിങ്ങളെ കണ്ടിരുന്നെങ്കിൽ, ഹബീബ് കണ്ടിട്ടില്ലല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ അഹബ്ബക, നിങ്ങളെ സ്നേഹിക്കുമായിരുന്നു റസൂലുള്ളാഹ്. നബി തങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കാൻ നമുക്ക് പറ്റൂ, എളുപ്പമാണ്. ഇങ്ങോട്ട് നബി സ്നേഹിക്കൂ. നമ്മുടെ ചേലും കോലം കണ്ടാൽ നബിക്ക് നമ്മളെ ഇഷ്ടാവോ? നമ്മുടെ കർമ്മങ്ങൾ നബി കണ്ടാൽ നബിക്ക് നമ്മളെ ഇഷ്ടാവോ? ഇത് ചിന്തിക്കൽ അനിവാര്യമാണ്. നമുക്ക് അങ്ങോട്ട് ഭയങ്കര സ്നേഹവും സ്വലാത്തും ദിക്റൊക്കെ നമ്മൾ ചൊല്ലുന്നവരാ. പക്ഷെ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വഭാവങ്ങളും നിബിതങ്ങളെങ്ങാനും ലഭിച്ചാലി ഹബീബ് അറിയാൻ ഇടയായാൽ നിബിതങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ടാവോ?
ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ അറിയാം, ഹബീബായ നബി തങ്ങളുടെ മആയിറുകൾ എന്തൊക്കെയാണ്, ക്രൈറ്റീരിയൻ നബി തങ്ങളുടെ ഇഷ്ടത്തിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ കണക്ക് വെച്ചാൽ നബി ഇഷ്ടപ്പെടുക, അതെല്ലാം മനോഹരമായി സമ്മേളിച്ച താബിഇയാണ്, തന്റെ ശിഷ്യനാണ് റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു. റബീഅ, മുത്തുനബി എങ്ങാനും അങ്ങയെ കണ്ടിരുന്നുവെങ്കിൽ അങ്ങയെ സ്നേഹിക്കുമായിരുന്നു. ആ മഹാൻ റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു. കൊച്ചുമോള്, ചെറിയ മോള് പറയും, ഉപ്പാ ഉപ്പാ അദ്ഹബു അൽഅബു, ഞാൻ കളിക്കാൻ പോകട്ടെ ഉപ്പാ. ചെറിയ മോള്, മക്കൾ കളിക്കുമല്ലോ, കളിക്കട്ടെ ഉപ്പാ എന്ന് ചോദിക്കുമ്പോ റബീഅ എന്നവർ പറയും, ഇദ്ഹബി ഫഅമൽ ഫസ്നഇ ഖൈറാ, മോള് പോയിക്കോ, നന്മ ചെയ്യുന്നു. കളിക്കാൻ പോയിക്കോന്നാ ഉദ്ദേശിക്കുന്നത്, ചെറിയ മക്കളല്ലേ, അവർക്ക് കളിക്കണം. അപ്പോ പോയി കളിച്ചോ എന്നല്ല പറയാ, പോയി നന്മ ചെയ്യുമോളെ എന്ന് പറയാം. അപ്പൊ കൂടുള്ള ആളുകൾ പറഞ്ഞു, റബീഅ നിങ്ങൾ ഈ കുട്ടിയോട് കളിച്ചോളൂ എന്ന് എന്താ പറയാത്തത്? കുട്ടിയോട് കളിക്കാൻ ചോദിക്കുന്ന കുട്ടിയോട് നീ പോയി കളിച്ചോ, കളിക്കേണ്ട നേരാണെങ്കിൽ പറയാലോ, അതെന്താ നിങ്ങൾ പറയാത്തത് എന്ന് പറഞ്ഞപ്പോ റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മറ്റൊന്നുമല്ല, ലൗ വജദ്തു കിതാബി മിനല്ലാഹ്, അല്ലാഹു നാളെ എനിക്ക് എന്റെ കിതാബ് നൽകുമ്പോ മാ ഉഹിബ്ബു, എനിക്ക് ഇഷ്ടമാകുന്നില്ല ഞാൻ പറഞ്ഞ വാക്കുകളിൽ പോയി കളിച്ചോ മോളെ, കളിച്ചോ, ഇൽഅബി നീ കളിച്ചോളൂ എന്ന് ആ ഒരു കളി എന്ന വാക്ക് പോലും ഞാൻ പറയുന്നത് ഇഷ്ടമല്ല, എനിക്കത് വേണ്ട, എന്റെ കിതാബിൽ അത് കാണണ്ട, എനിക്ക് ആ വാക്ക് പോലും കാണണ്ട എന്ന് യഹ്യാ നബി അലൈഹിസ്സലാത്തു വസ്സലാം കുഞ്ഞായിരുന്നപ്പോൾ പറഞ്ഞ അതേ ചിന്താഗതിയെ ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തിയ മഹാനാണ് ഇബ്നു മസ്ഊദ് എന്നവരുടെ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യൻ റബീഅ ഇബ്നു ഹുസൈം റളിയല്ലാഹു അൻഹു. മക്കളോട് പറയാ എന്ന് പറഞ്ഞാൽ മുഅ്മിനായ മനുഷ്യന്റെ വാക്കുകൾ അങ്ങനെയാണെന്നാണ്, അതുപോലും വേണ്ട. അല്ലാഹു നമുക്ക് അത്രയും സൂക്ഷ്മതയും കാര്യം അല്ലാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളോടാണ് ചോദിച്ചത്, هل كان هناك ولي لله على غير اعتقاد ابن حنبل أحمد بن حنبل رضي الله عنه من أهل السنة والجماعة ആ ഒരു അഖീദ ഇല്ലാതെ, അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾ ഇല്ലാതെ ആർക്കെങ്കിലും വലിയാവാൻ കഴിയുമോ? മാ കാന വലം യകുൻ, അങ്ങനെ ഒരു വലിയ അല്ലാഹുവിന് ഉണ്ടാവുകയില്ല, ഉണ്ടായിട്ടുമില്ല. അഷ്റഫുൽ ഖൽഖിന്റെ ചര്യകൾ പിൻപറ്റാതെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തുകൾ സ്വീകരിക്കാതെ, അല്ലാഹുവിന്റെ ശരീഅത്ത് അംഗീകരിക്കാതെ ഒരു വലിയും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഔലിയാഇന്റെ ഖുതുബായി മാറിയ മഹാനവറുകൾ, സയ്യിദുൽ അഖ്താബായ മഹാനവറുകൾ പറയുമായിരുന്നു, സീറൂ മഅൽ ഹിമമിൽ ആലിയ, സീറൂ മഅൽ ഹിമമിൽ ആലിയ. മഹാനായ ജീലാനി തങ്ങളുടെ വളരെ മനോഹരമായ ഒരു ഉപദേശമാണത്. നിങ്ങളൊക്കെ നടക്കേണ്ടത് മഅൽ ഹിമമിൽ ആലിയ, ഉന്നത മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. വലുതായ വലിയ വലിയ ലക്ഷ്യങ്ങൾ, വലിയ വലിയ ലക്ഷ്യങ്ങൾ, നമ്മൾ ഉന്നത ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ഇരിക്കട്ടെ. വരികയാണെങ്കിൽ ഇരിക്കാൻ സൗകര്യമായല്ലോ. അത് ഒരു ചെറിയൊരു ഉദാഹരണം. നമ്മുടെ ലക്ഷ്യം, ജീവിതത്തിൽ ലക്ഷ്യമാക്കുന്നത് വലിയ വലിയ ലക്ഷ്യങ്ങൾ. വിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ജീവിതം മുഴുവനും പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുകയും, സമൂഹം തന്നെ കൊണ്ട് നന്നാവണമെന്നോ, നമ്മിൽ നിന്ന് ആളുകൾക്ക് എന്തെങ്കിലും പഠിക്കണമെന്നോ, ഒരു കള്ളുകുടിയനെ പോയെങ്കിലും ഒരു വ്യഭിചാരിയെങ്കിലും നന്നാക്കിയെടുക്കാൻ എന്നെ കൊണ്ടാവണമെന്ന് ഓരോ നന്മയുള്ളവനും മിനിമം ടാർഗറ്റ് ചെയ്തിരിക്കണം, ലക്ഷ്യമാക്കിയിരിക്കണം. ഇവിടുത്തെ നിയമപാലകന്മാർക്ക് പണി കൊടുക്കല്ലേ. മനുഷ്യന്മാർ പരസ്പരം നന്മ ഉപദേശിക്കൽ, തിന്മ വിരോധിക്കുവൻ. നമുക്കത് ഞാൻ എന്റെ കാര്യം, എനിക്ക് എന്റെ വീടിന്റെ കുട്ടികളോ അതിനപ്പുറം ഒന്നുമില്ല, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഉമ്മത്തിന് വേണ്ടി, ഈ സമൂഹത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി സീറൂ മഅൽ ഹിമമിൽ ആലിയ. മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ലോകത്തോട് പറഞ്ഞ ഏറ്റവും വലിയ ഉപദേശം, സീറൂ മഅൽ ഹിമമിൽ ആലിയ. ഉന്നതമായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഓടുവിൻ, നടക്കുവിൻ. ഉന്നത ലക്ഷ്യങ്ങളാവട്ടെ, വലിയ വലിയ കാര്യങ്ങൾ.
നമ്മൾ ആകെ ലക്ഷ്യമാക്കുന്നത് അള്ളാഹു തരുന്ന റിസ്കിനെ കുറിച്ചാണ്. നാളെ ഇപ്പോൾ ജോലി കിട്ടുമോ, ഇവിടുന്ന് പിരിച്ചു വിട്ടാൻ എവിടെ പോവുക, ക്യാൻസലാക്കി ഇനി എവിടെ ജോലി കിട്ടുക, ഇതാ നമ്മൾ നിങ്ങളുടെ റിസ്ക് ആകാശ ലോകത്ത് തമ്പുരാൻ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. അത് നിങ്ങൾ കിട്ടിയിട്ടേ മരിക്കുള്ളൂ. നമ്മൾ ആകെ ടെൻഷൻ അടിക്കുക അതിനെ കുറിച്ച്. അത് ഞാൻ റെഡിയാണ്, അത് നിങ്ങൾ ടെൻഷൻ അടിക്കല്ലേ, നിങ്ങൾ അധ്വാനിച്ചോ. പക്ഷെ നിങ്ങളെ പറഞ്ഞു വിട്ടത് ഇന്നി ജാഇലും ഫിൽ അർളി ഖലീഫ, എന്റെ പ്രതിനിധിയായി ജീവിക്കാനാണ്. അല്ലാഹു തആല പറയാം, നമ്മൾ ആകെ ജീവിക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കാനാണ്. അതല്ല ഏറ്റെടുത്തു എന്ന് പറഞ്ഞ വിഷയം, നമ്മൾ അതിനെ ടെൻഷൻ അടിക്കുന്നത്. നമ്മളെ വിട്ടതെന്തിനാണ്? അള്ളാഹുവിന്റെ ഖലീഫയായി ജീവിക്കാൻ. ഭൂമിയിൽ പടച്ചതമ്പുരാനെ വിശ്വസിക്കാതെയും ഇസ്ലാമിനെ മാറ്റി നിർത്തിയും മുസ്ലിമീങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയും ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകയായി ജീവിക്കാൻ അള്ളാഹു പറഞ്ഞയച്ചവരാണ് നമ്മൾ. നിങ്ങളെ മധ്യമ സമുദായമായി നാം പറഞ്ഞയച്ചിരിക്കുന്നു. നിങ്ങളാണ് ഈ ഉമ്മത്തിന് മാതൃക, നിങ്ങളാണ് മനുഷ്യലോകത്തിന് മറ്റുള്ള ജനങ്ങൾക്ക് മുഴുവൻ മാതൃക നിങ്ങളാണ്. അങ്ങനെ ജീവിക്കേണ്ടവരാണ് മുസ്ലിമായ ആൺകുട്ടിയും മുസ്ലിമായ പെൺകുട്ടിയും. അതുകൊണ്ട് അത്രയും വലിയ ഒരു ത്യാഗം നമുക്ക് ചെയ്യാൻ കഴിയണം. എവിടെയൊക്കെയാണ് ഉന്നത മൂല്യങ്ങൾ, എവിടെയൊക്കെയാണ് ഉന്നത ലക്ഷ്യങ്ങൾ? ഒന്ന്, അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോൾ, അള്ളാഹുവിലേക്ക് നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോൾ, പടച്ചതമ്പുരാന്റെ മുന്നിലേക്ക് വിനയാന്വിതരായി നടന്നു വരുമ്പോ, അങ്ങനെ ഉന്നത മൂല്യമുള്ള മഹത്തുക്കൾ ഹൃദയത്തിനുള്ളിൽ അള്ളാഹുവിനെ കൊണ്ടു നടക്കുകയും അള്ളാഹുവിന് വേണ്ടി ജീവിക്കുകയും ചെയ്ത മഹത്തുക്കൾ ഈ സമൂഹത്തിലെ യുവാക്കളിലും യുവതികളിലും ഉണ്ടാകുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾക്ക് ഇവിടെ ഉത്തരം കിട്ടും. അവര് ദ്വാരുന്ന ഉത്തരം കിട്ടും. പടച്ചതമ്പുരാനെ കുടിയിരുത്തിയവർ, പൈസ കുടിയിരുത്തിയിട്ട് ദ്വാരുന്നിട്ട് കാര്യമില്ല. അള്ളാഹുവിനെ ഉള്ളിൽ വെച്ച് ദുആ ചെയ്യുന്ന ദുആ, അതിന് ഉത്തരം ഉണ്ടാവും. അത്ഭുതങ്ങൾ അല്ലാഹു കാണിച്ചു തരും, മഹാത്ഭുതങ്ങൾ കാണിച്ചു തരും. താബിഈയായ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഭരണം നടത്തുന്ന സമയത്ത് അന്ന് യമനിൽ വെച്ച് വളരെ ദാരുണമായ ഒരു ശിക്ഷയ്ക്ക് വിധേയനാകുന്നു. മഹാനായ ദാഇയും പ്രബോധകനും വാഇലുമായിരുന്ന അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു, അന്ന് അൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന ഒരു കള്ളപ്രവാചകൻ വന്നിട്ടുണ്ട് യമനിൽ. അവൻ കള്ളനാണ് എന്ന് നാടുനീറ വാള് പറഞ്ഞു നടന്ന മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. കള്ളന്മാരെ കള്ളന്മാരായിട്ട് തന്നെ പറയണം, അവരങ്ങനെ തന്നെ പരിചയപ്പെടുത്തി കൊടുക്കുമ്പോഴാണ് പൊതുജനങ്ങൾ അവരുടെ വലയിൽ വീഴാതിരിക്കുന്നത്. അതിന്റെ പേരിൽ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുല്ലാഹി തീയിലേക്ക് എറിഞ്ഞ് ശിക്ഷിച്ച ക്രൂരനാണ് കള്ളപ്രവാചകനായിരുന്ന അൽ അസ്വദുൽ അനസി എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യൻ. എങ്ങനെ എറിഞ്ഞു? മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നമ്രൂദ് എറിഞ്ഞ പോലെ വലിയ തീക്കുണ്ടാരം ഉണ്ടാക്കി. ആ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പണ്ഡിതനാണ്, പ്രബോധകനാണ്, വഅദ് പറഞ്ഞിരുന്ന മഹാനാണ് അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന താബിഈയായ പ്രഗൽഭനായ പണ്ഡിതൻ. തീയിലേക്ക് എറിഞ്ഞു. ആഗ് ഹേ ഔലാദ ഇബ്രാഹിം ഹേ നമ്രൂദ് ഹേ ക്യാ ഫിർ കിസി കാ ഇംതിഹാൻ മഖ്സൂദ് ഹേ. തീയുണ്ട്, ഇഷ്ടംപോലെ ശത്രുക്കളുണ്ട്. നമ്മ തീയിലേക്കിട്ട് പരീക്ഷിക്കാനൊന്നും ഇന്ന് ആർക്കും വലിയ താല്പര്യമില്ല. എന്തേ? അതിന് മാത്രമുള്ള കപ്പാസിറ്റി ഒന്ന് പേടിപ്പിക്കുമ്പോഴേക്കും പേടിച്ചു ഓടുന്ന ടൈപ്പാണ്. പിന്നെ എന്ത് തീയിലിട്ടിട്ട് വരും? സുബ്ഹാനല്ലാഹ്. അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾക്ക് ഒരു കറാമത്ത് നടക്കുന്നു, വലിയൊരു മഹാത്ഭുതം. ഏതൊരു പടച്ചതമ്പുരാനാണോ നമ്രൂദിന്റെ തീജ്വാലകളോട് യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം, ഇബ്രാഹിം നബിക്ക് വേണ്ടി
തണുപ്പും രക്ഷയുമായി മാറുക എന്ന് ഏതൊരു പടച്ച തമ്പുരാനാണോ കത്തിയാളുന്ന തീജ്വാലകളോട് പറഞ്ഞത്, അതേ തമ്പുരാൻ മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി എന്ന സത്യം വിളിച്ചു പറഞ്ഞിരുന്ന അസ്വദുൽ അനസി കള്ളനാണെന്നും കള്ളപ്രവാചകനാണെന്നും ആളുകളെ വഞ്ചിക്കുകയാണെന്നും പരസ്യമായി പറഞ്ഞു നടന്നതിന്റെ പേരിൽ ആ മഹാനവറുകളെ തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ കത്തിയാളുന്ന തീജ്വാലകളിൽ വീഴുന്ന മഹാൻ ചാരമായി ഭസ്മമായി മാറിയിട്ടുണ്ടാകും എന്ന് വിചാരിച്ച ശത്രുക്കൾക്ക് തെറ്റി. മഹാനവറുകൾ വളരെ സുന്ദരമായി ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ ആ തീയിൽ നിന്ന് നടന്നു വന്നു. ഇബ്രാഹിം നബിയെ അള്ളാഹു ശിക്ഷിച്ച അതേ സംഭവം ഈ ഉമ്മത്തിൽ നടന്നു. അതേ സംഭവം യമനിൽ നിന്ന് മദീനയിലേക്ക് വന്നു. മഹാൻ അബൂ മുസ്ലിമുൽ ഖൗലാനി തങ്ങൾ മദീനയിലേക്ക് വന്നു. മദീനയിൽ വന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ പള്ളിയുടെ ആ ഒരു പില്ലറിന്റെ ബാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇബാദത്ത് ചെയ്തിരിക്കുകയാണ്. ഹബീബിനെ കാണാൻ കൊതിയായി നേരെ മദീനത്തേക്ക് നടന്നു. യമനിൽ നിന്ന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴാണ് അത്ഭുതപ്പെട്ടു പോയത്, ഞാൻ കളിച്ചത് തീയോടാണ്, അത് താൻ കത്തിച്ച തീയല്ല, അതിലേക്ക് താൻ വലിച്ചെറിഞ്ഞ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മത്തുള്ളാഹി അലൈഹി തീയിന്ന് കൂളായിട്ട് ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി ഇറങ്ങി വന്ന ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? അതേ സംഭവം ഈ ഉമ്മത്തിൽ നടന്നത് മഹാനവറുകൾക്കാണ്. മദീനയിൽ വന്നു. മദീന പള്ളിയുടെ ഒരു തൂണിന്റെ പിന്നിലിരുന്ന് ഇങ്ങനെ നിസ്കരിച്ചു, അവിടെ ഇരുന്ന് ഇബാദത്ത് ചെയ്യാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് ചോദിച്ചു, ബില്ലാഹി അലൈക്, അല്ലാഹുവിനെ വെച്ച് ചോദിക്കട്ടെ, അൻത സ്വാഹിബുൽ കദ്ദാബ് അല്ലദീ ഖറജ മിനൻ നാർ, തീയിൽ നിന്ന് രക്ഷപ്പെട്ട ആ നുണ പറയുന്ന പച്ച നുണ വിളിച്ചു പറയുന്ന മനുഷ്യന്റെ ശിക്ഷയിൽ അകപ്പെട്ട ആള് നിങ്ങളാണോ? നിങ്ങളാണോ തീയിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്? നിങ്ങളാണോ തീയിൽ നിന്ന് രക്ഷപ്പെട്ടത്? ഇബ്രാഹിം നബിയെ ചെയ്ത പോലെ നിങ്ങളെ വലിച്ചെറിഞ്ഞപ്പോ അതിൽ നിന്ന് എഴുന്നേറ്റ് വളരെ കൂളായിട്ട് രോമത്തിന് പോലും ഒരു പോർലേൽക്കാതെ രക്ഷപ്പെട്ട മഹാൻ നിങ്ങളാണോ? അത് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, നഅം, അത് ഞാൻ തന്നെയാണ്, അനഹു, ഞാനാണത്. ഉമർ തങ്ങൾ എന്താ ചെയ്തെന്നറിയോ? ആ മഹാനങ്ങട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി അല്ലദീ ലം യുമിത് ഉമർ ഹത്താ റആഹു അല്ലാഹു മിൻ ഉമ്മത്തി മുഹമ്മദിൻ മൻ സനഅ അല്ലാഹു ബിഹി സനിഅ ഖലീലിഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കതാണ്, അല്ലാഹുവേ നിനക്ക് സ്തുതി. ഉമർ കണ്ണു ചിമ്മുന്നതിന് മുമ്പ്, ഉമർ എന്നവർ ലോകത്തോട് വിട പറയുന്നതിന് മുമ്പ് തന്നെ ഇബ്രാഹിം നബിയെ കൊണ്ട് നീ ചെയ്ത പോലെ ഈ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ നീ ചെയ്യുകയും അത് കാണാൻ, ആ മനുഷ്യനെ കാണാൻ ഭാഗ്യം തരികയും ചെയ്ത റബ്ബേ, നിനക്കാണ് സ്തുതി റബ്ബേ, നിനക്കാണ് സ്തുതി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പോലെ അത്യപൂർവമായി ഈമാനിന്റെ ഉടമകൾ എന്റെ ഉമ്മത്തിൽ നീ കാണിച്ചു തന്നല്ലോ. അല്ലാഹുവേ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി റബ്ബേ. എന്താണിപ്പോ? ഇതാണ് ഹിമ്മത്തുൽ ആലിയ. അത്രയും കടുത്ത ഈമാൻ കൽബിലുണ്ടായപ്പോ തീ പോലും അള്ളാഹുവിന്റെ ഓർഡർ തീയിന് വരുന്നു, കരിക്കല്ലേ. ഇബ്രാഹിം നബിയെ പറഞ്ഞു, നമ്മൾ ചരിത്രം കേൾക്കും, അത് ഇബ്രാഹിം നബിന്റെ കാലത്ത് നടന്ന കഥയല്ലേ, എന്താണ് അള്ളാഹുവിന്റെ കലാമല്ലേ. ആ കലാമിനെ തസ്ദീഖ് ചെയ്യാൻ സ്വഹാബത്ത് ജീവിച്ചിരിക്കെ അല്ലാഹു തആല ഒരു മഹാത്ഭുതം കാണിച്ചു തരാണ്. ഇമാമുൽ ആലിയ, ഈമാനിലെ ഏറ്റവും ഉന്നത ഈമാൻ. മഹാനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റഹ്മഹുള്ളായാണ്. ഈ മഹാൻ തന്നെയാണ് മദീനത്തെ പള്ളിയിൽ മഹാനവറുകൾക്ക് ഒരു ചെറിയൊരു വടിയുണ്ടായിരുന്നു. അത് പള്ളിയിൽ ഇങ്ങനെ കെട്ടി തൂക്കി വെക്കുന്ന, നേരം വൈകി വരുന്നവരടിക്കാനുള്ളതല്ല അത്. മഹാനവറുകൾ എന്ത് ചെയ്യുന്നറിയോ? രാത്രി നിസ്കരിച്ച് തളർന്ന് കാലൊക്കെ ക്ഷീണിച്ച് അവശരായിരിക്കുമ്പോ ഈ വടിയെടുക്കും. എന്നിട്ട് സ്വന്തം കാലിൽ അടിച്ചുകൊണ്ട് പറയും, എഴുന്നേൽക്ക്, എല്ലാ തിന്മയുടെയും ഉറവിടമായ ശരീരമേ എഴുന്നേൽക്ക്. സ്വന്തം ശരീരത്തെ കാലിലടിക്കും. എന്നിട്ട് പറയും, മഹാനവറുകൾ പറയുമായിരുന്നു, അയദുന്നു അസ്ഹാബു മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസ്ബിഖൂനാ അലൈഹി,
അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാർ നബി തങ്ങളിലേക്ക് ഓടിച്ചെല്ലാൻ, സ്വർഗത്തിലേക്ക് ഓടിച്ചെല്ലാൻ അവര് മാത്രമാണ് മുമ്പിൽ ഉണ്ടാവുക എന്ന് വിചാരിക്കുന്നുണ്ടോ? വല്ലാഹി ലനുസാഹിമന്നഹും അലൈഹി ഹത്താ യഅലമ അസ്ഹാബു മുഹമ്മദിൻ ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാലാ. ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കൽ. ഞങ്ങൾ സ്വഹാബിമാരല്ല, ശരി തന്നെയാണ്, ഞങ്ങൾ നബിയെ കണ്ടവരല്ല, ഞങ്ങൾ അതിന് ശേഷം വന്ന കൂട്ടരാണ്. എന്നാലും സ്വഹാബിമാർ വിചാരിക്കണം, ഇന്നമാ ഖല്ലഫു വറാഅഹും റിജാല. സ്വഹാബിമാർ ഈ ലോകത്തോട് യാത്ര പറയുമ്പോൾ അവരിവിടെ ഉണ്ടാക്കി വെച്ചത് ആൺകുട്ടികളായിരുന്നു എന്ന് സ്വഹാബത്തിന് അറിയണം. അതുകൊണ്ട് ഞങ്ങളും തിരക്കാൻ വരും സ്വർഗത്തിന്റെ വാതിൽക്കലേക്ക്. സ്വഹാബത്ത് വരുന്ന പോലെ ഞങ്ങളും വരും. എഴുന്നേൽക്ക് ശരീരമേ, എഴുന്നേൽക്ക്. കാലിലടിക്കാണ്, നീ എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്, എഴുന്നേൽക്ക്. എല്ലാ തിന്മയുടെയും ഉറവിടമായ ശരീരമേ, നീയാണ് എന്നെ കൊണ്ട് തിന്മ ചെയ്യിപ്പിക്കുന്നത്, എഴുന്നേൽക്ക്. ഈ രാത്രിയിൽ നിസ്കരിക്ക്. എത്ര തളർന്നാലും തഹജ്ജുദ് നീ ഒഴിവാക്കല്ലേ എന്ന് സ്വന്തം നഫ്സിനോട് പറയുന്ന ആനായ അബൂ മുസ്ലിമുൽ ഖൗലാനി റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ വിചാരിക്കരുത് അവരുടെ പിന്നാലെ വന്നവർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് സ്വഹാബത്തിന് തോന്നരുതല്ലോ. ഞങ്ങളും ആൺകുട്ടികൾ തന്നെയാണ്. ഇത് പറയാൻ സുബൈക്ക് എഴുന്നേൽക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കഥ പറയണത് അല്ലേ? ജുമാക്കൊന്ന് നേരത്തെ പള്ളിയിലേക്ക് എത്താൻ പറ്റാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ അബൂ മുസ്ലിമുൽ ഖൗലാനിയെ സ്മരിക്കുന്നതല്ലേ? ഓടി വരെ ഇമാം സലാം വീട്ടിന്റെ മുമ്പ് രണ്ടാമത്തെ റക്അത്തിൽ റുക്കൂ കിട്ടിയാൽ പിന്നെ കഴിച്ചിലായി എന്നുള്ളൊരു മസലം കേട്ടിട്ടുണ്ട്. അതുവരെ കാത്തിരിക്കും. ഓടി വരുന്നു, ഓടി തിരിച്ചിറങ്ങുന്നു. പെണ്ണുങ്ങൾ ദുഹൂറും അസറും സൂര്യായ ജമ്മ പോലെ ദുഹൂർ വാങ്ങി അവസാനം ദുഹൂർ തീരാൻ നേരത്തെ ഒതുകൊടുത്തിരുന്ന അതേ മുസല്ലിരുന്ന് അസർ നിസ്കരിക്കാലോ. സുബ്ഹാനല്ലാഹ്. സ്വലാത്തുൽ അവ്വലി വഖ്തിഹാ, നിസ്കാരം അതിന്റെ ആദ്യ നേരത്ത് ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന് കേൾക്കുകയും അറിയുകയും ചെയ്തതിന്റെ ശേഷം ഒരു ഒതുകൊടുക്കാനും ഒരു മുസല്ല ധരിക്കാനുമുള്ളൊരു മടി കാരണമോ മറ്റോ അങ്ങനെ പിന്തിക്കുകയാണ്. നമ്മളിങ്ങനെ കായാ മതിയോ? ഈ ഉമ്മത്ത്, മുസ്ലിം സമൂഹം ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് കാര്യമില്ല. മുസ്ലിം സമൂഹം എന്നത് നമ്മൾ ഓരോരുത്തരും നന്നാവുമ്പോഴാണ് ഒരു ഉമ്മത്ത് നന്നാവുന്നത്. ഞാൻ എങ്ങനെയാണ് നമ്മൾ ആദ്യം ആലോചിക്കുക. നിങ്ങളോടത് പറയുമ്പോൾ ഞാൻ എൻ്റെ ശരീരത്തോടത് ചോദിക്കുന്നു. നമ്മൾ ഓരോരുത്തരും അവനവന്റെ ശരീരത്തോട് ചോദിക്കുന്നു. നമ്മളൊക്കെ നന്നായാലേ, നമ്മളൊക്കെ പറഞ്ഞതല്ലേ ഈ ഉമ്മത്ത് എന്ന് പറഞ്ഞതിൽ നമ്മളൊക്കെ പെടണ്ടേ? അപ്പൊ നമ്മൾ നന്നായിട്ടുണ്ടോ? നമ്മളും അല്ലാഹുമായുള്ള ബന്ധം എങ്ങനെയാണ്?